ഹലോ. ഐഫോൺ 16 സീരീസുകൾ ഇറങ്ങാനായിട്ട് ഇനി അധികം സമയമില്ല. അതിൻ്റെ കംപ്ലീറ്റ് സ്പെക്ക് ഡിസൈൻ കാര്യങ്ങളൊക്കെ ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. എനിവേ, ഞാനിപ്പോൾ ഐഫോൺ 16 കുറിച്ച് സംസാരിക്കാനായിട്ടല്ല വന്നത്. എൻ്റെ കയ്യിലുള്ളത് ഐഫോൺ 15 ആണ്. ഓക്കെ, 15 അല്ല, 15+. ബേസിക്കലി രണ്ട് ഫോണും ഒന്ന് തന്നെയാണ്. കുറച്ചും കൂടി ബിഗ്ഗർ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, അതേപോലെ ബിഗ്ഗർ ബാറ്ററി കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും, ക്യാമറ ആണെന്നുണ്ടെങ്കിലും ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഈ ഒരു 15ഉം 15+ഉം തമ്മിൽ സെയിം ആണ്. രണ്ട് ഡിഫറൻസ്: ബാറ്ററി, ബിഗ്ഗർ ഡിസ്പ്ലേ. ഐഫോൺ എടുക്കുക എന്ന് പറയുന്നത് പലരുടെയും ആവശ്യത്തേക്കാൾ കൂടുതൽ അതൊരു ആഗ്രഹമാണ്. ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ഐഫോൺ എടുക്കണം, അത് യൂസ് ചെയ്യണം, അതെന്തോ ഒരു സംഭവമാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു ലെവലിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ബിഗ് ബില്യൺ ഡേയ്സ് എന്ന് പറയുന്നത്. ഗണ്യമായിട്ട് ഏകദേശം 30,000 രൂപ 40,000 രൂപയൊക്കെ ഡിഫറൻസ് നമുക്ക് ആ ഒരു ടൈമിൽ ഐഫോൺ 15 മോഡലുകൾക്ക് കിട്ടാറുണ്ട്. അതായത് ഇപ്പൊ നിലവിൽ 16 വരുമ്പോൾ അതിന് മുന്നത്തെ മോഡലുകൾക്ക് കിട്ടാറുണ്ട്. കഴിഞ്ഞ വർഷം ഐഫോൺ 14 ആയിരുന്നു. ഓക്കെ, ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഐഫോൺ 14, 13, 12 അതേപോലെ 11 ഓൾറെഡി 4G ആണ്. ഈ മൂന്ന് മോഡലുകളും പ്രിഫർ ചെയ്യരുത് എന്നാണ് പറയുന്നത്. 14ന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ ബാറ്ററി ഹെൽത്ത് ഭയങ്കര വീക്കാണ്. പെട്ടെന്ന് തന്നെ ബാറ്ററിയുടെ ആ ഒരു ലൈഫ് കുറയുന്നുണ്ട്. 13ന്റെ കാര്യം നോക്കാനാണെങ്കിൽ ഡിസ്പ്ലേ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. 12ന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് കാര്യമായിട്ടുള്ള ബാറ്ററി ലൈഫ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. സോ ഇതെല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു ഐഫോൺ 15 സീരീസുകളും. 15+, അതേപോലെ 15 എന്ന് പറയുന്നത്. നമുക്കിവിടെ ഡൈനാമിക് ഐലൻഡും അതേപോലെ USB Type-C ചാർജിങ് പോർട്ടും കിട്ടുന്നുണ്ട്. സോ ഇനി ഐഫോൺ 15 അല്ലെങ്കിൽ 15+ എടുക്കുക എന്നുള്ളതാണ് ഒരു വൈസ് ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഫോണിന്റെ ഡ്യൂറബിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ അലുമിനിയം ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. മുൻ വർഷങ്ങളിലൊക്കെ അലുമിനിയം ഫ്രെയിം ആയിരുന്നു. ഇപ്പോൾ 15 പ്രോയിലും പ്രോ മാക്സിലും ടൈറ്റാനിയം ഫ്രെയിം കൊണ്ടുവന്നിട്ടുണ്ട്. എനിവേ, നല്ല രീതിക്ക് തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫ്രെയിം തന്നെയാണ്. ഒരു നെഗറ്റീവ് അവിടെ പറയാനായിട്ടില്ല. നമുക്കിവിടെ ആക്ഷൻ ബട്ടൺ അല്ല ഇവിടെ വരുന്നത്. നോർമൽ ആ ഒരു അലേർട്ട് സ്ലൈഡർ ഉണ്ടല്ലോ, ആ ഒരു ബട്ടണാണ്. മ്യൂട്ട് ആക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ. അടുത്ത വർഷം മുതൽ അത് ആക്ഷൻ ബട്ടൺ ആയിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് റൂമർ കേൾക്കുന്നുണ്ട്. അതുകൂടാതെ IP68ന്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഡ്യൂറബിലിറ്റിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നോർമൽ യൂസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ലോങ് ലൈഫ് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് തരും. അതിനുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഇതിനുണ്ട്. 6.7 ഇഞ്ച് വരുന്ന റെറ്റിന ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. റെറ്റിന എന്ന് പറഞ്ഞാൽ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഐഫോൺ 15ലും അതേ ഡിസ്പ്ലേ തന്നെയാണ്. സൈസ് ചെറുതാണ്, 6.1 ഇഞ്ച് ആണെന്ന് മാത്രം. നമുക്ക് ഏത് ലൈറ്റിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിലും ഇതിലുള്ള കണ്ടന്റ് കാണാനും വായിക്കാനും നല്ല ബ്രൈറ്റ് ആയിട്ട്, ഇപ്പൊ ഈവൻ ഒരു ഫുൾ സിനിമ കാണാനാണെന്നുണ്ടെങ്കിൽ പോലും ഇത് അടിപൊളിയാണ്. അതിനുള്ള ഒരു സപ്പോർട്ട് ഈ ഒരു ഓഡിയോ കൂടി, ഇതിന്റെ ഒരു ഓഡിയോ ഔട്ട്പുട്ട് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ലൗഡ് ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള, നല്ല ബാസ് ഉള്ള, നല്ല എന്താ പറയുക, നല്ല വെയിറ്റ് ഉള്ള സൗണ്ട് ആണെന്ന് പറയില്ലേ. സോ ആ ഒരു നല്ല ക്വാളിറ്റി ഉള്ള, വെയിറ്റ് ഉള്ള സൗണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഐഫോൺ 15 സീരീസിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ സൈഡിൽ ഒരു നെഗറ്റീവ് ഉള്ളത് 60 FPS ആണ് ഇതിന്റെ ആ ഒരു റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല. കാരണം ഐഫോൺ എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതൊരു ആഗ്രഹമാണ്. പലരുടെയും അത് വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അല്ലാതെ വാല്യൂ ഫോർ മണി കാറ്റഗറിയിലൊന്നും നമുക്ക് ഐഫോണുകളെ ഒരു കാരണവശാലും പെടുത്താനായിട്ട് സാധിക്കില്ല. സോ ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 60 FPS ആണ്. അതൊരു ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നിലവിൽ ഒരു 120 FPS ഉള്ള ആൻഡ്രോയിഡ് ഫോണും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ 120 FPS ഉള്ള ഐഫോൺ 13 പ്രോയും ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു 60 FPS ഉള്ള ഐഫോൺ 15+ഉം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് അറിയാനായിട്ട് സാധിക്കും. ചെറിയൊരു ലാഗ് ഓവറോൾ UI ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് നമുക്കറിയാം. അത് അങ്ങനെ ചെറിയൊരു സ്ലോ ഉണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു ഫോൺ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് തോന്നുകയില്ല. ഓക്കെ, നമ്മൾ വേറൊരു ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ആ ഒരു സ്മൂത്ത്നെസ് ഇല്ലായ്മ നമുക്ക് തോന്നുന്നത്. സ്മൂത്ത്നെസ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ചെറിയൊരു ലാഗ് പോലെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ ഡിസ്പ്ലേ സൈഡിലുള്ള ഒരേ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ പവറപ്പ് ചെയ്യുന്നത് A16 ബയോണിക് ആണ്. നമുക്കറിയാം ഐഫോണിന്റെ പ്രോസസ്സറുകൾ സ്റ്റിൽ എത്ര വേണമെങ്കിലും ഓടിക്കോളും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങൾ തുടക്കകാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വഴി അതെല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. ഗെയിം കളിക്കാനാണെങ്കിലും 60 FPS ഉള്ള ഏത് ഗെയിമാണെന്ന്, ഇപ്പം നിങ്ങൾ BGMI ആയിക്കോട്ടെ, ആസ്ഫാൾട്ട് ആയിക്കോട്ടെ, ഏത് ഹൈ റേഞ്ചുള്ള ഗെയിമാണെന്നുണ്ടെങ്കിലും ഇതിൽ കളിക്കുന്ന പോലെ എന്തായാലും ഒരു ആൻഡ്രോയിഡ് ഫോണിലും കളിക്കാനായിട്ട് പറ്റില്ല. അത് ഈവൻ നമ്മളെ iQന്റെ ഫോണുകളായിക്കോട്ടെ, പോക്കോന്റെ ഫോണുകളായിക്കോട്ടെ, ഈ ഒരു എക്സ്പീരിയൻസ് ഒരു കാരണവശാലും നമുക്ക് മറ്റൊരു ആൻഡ്രോയിഡ് ഫോണുകളിൽ കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ഹീറ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു അരമണിക്കൂർ 3/4 ഗെയിം കളിക്കുകയാണ്, അല്ലെങ്കിൽ ക്യാമറ 4K ഓൺ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഓവർ ഹീറ്റ് ആയിട്ട് ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നൊന്നുമില്ല. പിന്നെ ഞാൻ കേസ് ഇട്ടുകൊണ്ടാണ് മിക്കപ്പോഴും ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹീറ്റ് പലപ്പോഴും എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഡിസ്പ്ലേയിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ആ ഒരു ഹീറ്റായി നിൽക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാനും സാധിക്കുന്നു. iOS 17 ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതായത് iOS 22 വരെ ഇതിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യും. ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ല. പിന്നെ ആ ഒരു AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതെന്തായാലും ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇതിന്റെ റാം വേരിയന്റും ഇതിന്റെ പ്രോസസ്സറും ആ AI ഫീച്ചേഴ്സിന് കാപ്പബിൾ ആയിട്ടുള്ളതല്ല. പിന്നെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് ഇതിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു iOS 18 വന്ന് അതിനുശേഷം മാത്രമേ അത് പറയാനായിട്ട് സാധിക്കുള്ളൂ. അത്യാവശ്യം ഹാങ് പോലുള്ള പെട്ടെന്ന് സ്റ്റക്ക് ആവുന്ന പ്രശ്നങ്ങൾ, കോൾ ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അതേപോലെ കീബോർഡ് ഒന്ന് സ്റ്റക്ക് ആവുന്ന അവസ്ഥ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടക്ക സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത്തരത്തിലുള്ള ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളമായിട്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഞാൻ ഈ ഒരു ഫോണിൽ നോട്ടീസ് ചെയ്തില്ല. സോ പെർഫോമൻസ് ആണെങ്കിലും ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡ് ആണെങ്കിലും കിടിലനാണ്. ഇനി ഇതിന്റെ ബാറ്ററി, ഇതൊരു പ്ലസ് മോഡലാണ്. അതുകൊണ്ട് തന്നെ നോർമൽ 15നേക്കാളും കുറച്ച് ഒരു 500-400 mAh ബാറ്ററി ഇതിൽ കൂടുതലുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 15+ ബഡ്ജറ്റ് പുഷ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം നല്ല കിഡിലൻ ബാറ്ററി ലൈഫാണ്. നമുക്ക് ഏകദേശം 2 ദിവസം നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ചെറിയ രീതിക്ക് ഷോർട്സ്, റീൽസ്, യൂട്യൂബ് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഒരു നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം ഇതിൻ്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ല. അതേപോലെ ഫുൾ ചാർജ് ആവാനായിട്ട് ഞാൻ ഐപാഡിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള 20 വാട്ടിൻ്റെ അഡാപ്റ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവുന്നുണ്ട്. സോ ബാറ്ററിയുടെ സൈഡിൽ ഓക്കെയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ സാധാരണ അഡാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൻ ബാറ്ററി കിങ് ആണ്, പുലിയാണ്. ക്യാമറയുടെ സൈഡിലേക്ക് വരുമ്പോൾ ഐഫോണാണ്. ഞാൻ ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഫോട്ടോനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഐഫോൺ സീരീസുകളൊന്നും തന്നെ 15 ആയാലും 15+ ആയാലും 15 Pro സീരീസുകളായാലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഫോട്ടോസിന് വേണ്ടിയിട്ടുള്ള കിഡിലൻ ഫോണുകൾ വേറെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈവൻ വിവോന്റെ X100 സീരീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവൽ എഫക്റ്റുകളാണ് നമുക്ക് തരുന്നത് ഫോട്ടോയുടെ കാര്യത്തിൽ. എന്നാൽ വീഡിയോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ ഒരു 15+ അടുത്ത് പോലും ഈ പറയുന്ന X100 സീരീസ് ആണെങ്കിലും ഈവൻ S24 Ultra ആണെങ്കിൽ പോലും ഇതിൻ്റെ അടുത്ത് എത്തില്ല എന്നുള്ളതാണ്. അത്രയ്ക്കധികം കിടിലനാണ്. നമുക്ക് 4K 240 FPS വരെ ഇതിന്റെ വീഡിയോ പോസിബിൾ ആണ്. 4K സിനിമാറ്റിക് വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഒരു ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ക്യാമറയ്ക്ക്, വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഐഫോൺ സീരീസുകൾ എന്ന് പറയുന്നത്. അതുകൂടാതെ ആക്ഷൻ മോഡുകൾ കാര്യങ്ങളായിട്ട് ഒരു വേറെ എന്താ പറയുക, ഒരു സിനിമ എടുക്കാനായിട്ട് ഈ ഒരു ഫോൺ മതി എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ആവശ്യം വീഡിയോഗ്രാഫിയാണ്, ഈ ഷോർട്സ്, റീൽസ് ഒക്കെ എടുക്കുന്ന ആളുകളുണ്ടല്ലോ, ധൈര്യമായിട്ട് ഈ സാധനം എടുക്കാം എന്നുള്ളതാണ്. ഒരു സംശയവും വേണ്ട വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ട്. ഫോട്ടോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മോശമാണെന്നല്ല കേട്ടോ പറയുന്നത്. കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോസാണ്, അങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നില്ല. അത് ഏത് ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിലും, ഇച്ചിരി ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിലും ആ ഒരു നൈറ്റ് മോഡ് കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാമറയുടെ ഓവറോൾ UI ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മാനുവൽ സെറ്റിങ്സ് പോസിബിൾ അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ ഫൈനൽ കട്ടിൻ്റെ ഒരു ക്യാമറ വന്നിട്ടുണ്ട്, അത് വെച്ചുകൊണ്ട് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാനായിട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷെ ഡിഫോൾട്ട് ആയിട്ടുള്ള ക്യാമറയിൽ നമുക്ക് ഒന്നും മാനുവലി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ലോ ലൈറ്റ്, ആ നൈറ്റ് മോഡ് ഓൺ ആക്കാനോ അതേപോലെ തന്നെ പ്രോ മോഡ് എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. സോ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിൻ്റെ ക്യാമറ സൈഡിൽ വരുന്നുണ്ട്. പക്ഷെ പോർട്രേറ്റ് എടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ബൊക്കെ എഫക്റ്റ് കിട്ടാനൊക്കെ ആയിട്ട് ഇതിൻ്റെ മെയിൻ ക്യാമറ അടിപൊളിയാണ്. പിന്നെ 48 മെഗാപിക്സലാണ്. കഴിഞ്ഞ വർഷം വരെ 12 മെഗാപിക്സലായിരുന്നു. ഇവിടെ 48 മെഗാപിക്സലിന്റെ മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 24 മെഗാപിക്സലിലോട്ടാണ് പിക്സൽ ബിന്നിങ് നടക്കുന്നത്. സോ നമുക്ക് കുറച്ചും കൂടി ഡെപ്ത് ഉള്ള, കുറച്ചും കൂടി ഡൈനാമിക് റേഞ്ചുള്ള, കുറച്ചും കൂടി ഡീറ്റെയിൽ ഉള്ള ഫോട്ടോസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു. എഡിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഫ്ലെക്സ് അടിക്കാനൊക്കെ. സോ ആ ഒരു പർപ്പസിനൊക്കെ ഇതിലെടുത്താലും നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് ആയിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. സോ റിയർ സൈഡിലെ ക്യാമറ എന്ന് പറയുന്നത് അടിപൊളിയാണ്, ഫോട്ടോ ആണെങ്കിലും എക്സ്പെഷ്യലി ഫോർ വീഡിയോസ്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ 4K 60 FPS വരെ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏത് റേഞ്ചിലുള്ള ഫോൺ എടുത്താലും ഇവൻ്റെ അടുത്തേക്ക് ഇതിൻ്റെ സെൽഫി വീഡിയോയും എത്തുന്നില്ല. സ്റ്റെബിലിറ്റി ആണെന്നുണ്ടെങ്കിലും ആ ഒരു കിട്ടുന്ന ഡൈനാമിക് റേഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അടിപൊളിയാണ്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട്. സെൽഫി, ബൊക്കെ എഫക്റ്റ് അടിപൊളി. സിനിമാറ്റിക് മോഡ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ വീഡിയോയിൽ കിട്ടുന്നുണ്ട്. സോ
എല്ലാം കൊണ്ടും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഐഫോൺ 15 സീരീസുകൾ കണ്ണും പൂട്ടിയെടുക്കുക എന്ന് പറയില്ലേ, അത് തന്നെ കണ്ണടച്ചിട്ട് അങ്ങോട്ട് എടുക്കാം ഐഫോൺ 15 എന്ന് പറയുന്നത്. കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അറ്റ് എ ടൈം നമുക്കൊരു 5G സിമ്മും അതേപോലെ ഒരു സിമ്മും ആണ് ഇടാനായിട്ട് സാധിക്കുക. ബ്ലൂടൂത്ത് നമുക്കിപ്പോൾ ബോട്ടിൻ്റെയോ അല്ലെങ്കിൽ OnePlusൻ്റെയോ റിയൽമിയുടെ ഒക്കെ ബ്ലൂടൂത്ത് TWS ഹെഡ്ഫോണുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു iOS അല്ലെങ്കിൽ ഐഫോണുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല. വൈഫൈ അത്യാവശ്യം സ്പീഡായിട്ട് തന്നെ നടക്കുന്നുണ്ട്. വൈഫൈ കോളിങ് കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. ഓക്കെ, ഇതൊരു പ്രീമിയം ഫോണാണ്, അതിൻ്റെതായിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും കാണിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഫേസ് അൺലോക്ക്, നമുക്ക് ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് സെൻസർ ഫേസ് സ്കാൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്, ബയോമെട്രിക് സെൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് ഫേസ് അൺലോക്ക് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനും വർക്ക് ആവുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിന്റെ നെഗറ്റീവുകൾ എടുത്ത് പറയാനാണ് എന്നുണ്ടെങ്കിൽ USB Type 2.0 ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു 80,000 രൂപയ്ക്കൊക്കെ ഇറങ്ങിയിട്ടുള്ള ഫോണിൽ 3.1 എങ്കിലും കൊടുക്കായിരുന്നു എന്നൊരു സജഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഡിസ്പ്ലേ 60 FPS ആണ്, അതും ഒരു വലിയൊരു പോരായ്മയായിട്ട് തന്നെ നിൽക്കുന്നത്. ഈ രണ്ട് പ്രശ്നങ്ങളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ബാക്കി 15 എടുക്കണോ 15+ എടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു കംഫർട്ട് അനുസരിച്ച്, നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് തിരഞ്ഞെടുക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ബഡ്ജറ്റ് പുഷ് ചെയ്തുകൊണ്ട് ഐഫോൺ 15+ എടുക്കാനായിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഐഫോൺ 15+ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. എപ്പോഴും പറയാറുള്ള പോലെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.